കേരള PSC 27/5/2023 നടത്തിയ ഫീൽഡ് ഓഫീസർ ഇൻ KFDC ലിമിറ്റഡ്, അസിസ്റ്റന്റ് ഇൻ യൂണിവേഴ്സിറ്റീസ്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, ട്രെയിനി ഇൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയ പരീക്ഷകൾക്ക് നടത്തിയ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ സ്റ്റേജ് 3യുടെ ചോദ്യവും ഉത്തരവുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുവാൻ പോകുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 47/2023 ചോദ്യം 1. വാസ്കോഡ ഗാമ ആദ്യമായി കോഴിക്കോട്ടെത്തിയ വർഷം ഏത്? വാസ്കോഡ ഗാമ ആദ്യമായി കോഴിക്കോട്ടെത്തിയ വർഷം ഉത്തരം ബി ആണ്, 1498. ചോദ്യം 2. ഏതുടമ്പടിയിലൂടെയാണ് മലബാറിൻ്റെ അധികാരം മൈസൂർ സുൽത്താനിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് കൈമാറിയത്? ഉത്തരം സി ആണ്, ശ്രീരംഗപട്ടണം ഉടമ്പടി. ചോദ്യം 3. കേരളത്തിലെ ഏത് സാമൂഹ്യ പരിഷ്കർത്താവാണ് ആത്മോപദേശ ശതകം എഴുതിയത്? ചോദ്യം 3. ഉത്തരം ഡി ആണ്, ശ്രീനാരായണ ഗുരു. ചോദ്യം 4. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ചോദ്യം 4. ഉത്തരം എ ആണ്, കെ കേളപ്പൻ. ചോദ്യം 5. ഭൂമിയിൽ സ്വർഗമുണ്ടെങ്കിൽ ഇതാണ് മുഗൾ ചക്രവർത്തി ഷാജഹാൻ്റെ ഈ വാക്കുകൾ ഏത് കൊട്ടാരത്തിൻ്റെ ചുവരുകളിൽ കൊത്തിവെച്ചിട്ടുണ്ട്? ചോദ്യം 5. ഉത്തരം എ ആണ്, ദിവാൻ-ഇ-ഖാസ്, ഡൽഹി. ചോദ്യം 6. ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്? ഏത് സാമൂഹ്യ പരിഷ്കർത്താവാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്? ഉത്തരം ബി ആണ്, വിവേകാനന്ദൻ. ചോദ്യം 7. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിനെതിരെ ഡ്രെയിൻ സിദ്ധാന്തം അവതരിപ്പിച്ച ദേശീയവാദി ആര്? ഉത്തരം ഡി ആണ്, ദാദാഭായി നവറോജി. ചോദ്യം 8. ബാസ്റ്റിലിൻ്റെ പതനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചോദ്യം 8. ഉത്തരം എ ആണ്, ഫ്രഞ്ച് വിപ്ലവം. ചോദ്യം 9. 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാനായി പ്രവർത്തിച്ചത് ആര്? ചോദ്യം 9. ഉത്തരം സി ആണ്, ഫസൽ അലി. ചോദ്യം 10. 1999 കാർഗിൽ യുദ്ധം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഡാഷ് എന്നും അറിയപ്പെടുന്നു? ചോദ്യം 10. ഉത്തരം എ ആണ്, ഓപ്പറേഷൻ വിജയ്. ചോദ്യം 11. കേരളത്തിലെ മൺസൂൺ മഴയെക്കുറിച്ച് താഴെയുള്ള പ്രസ്താവനകൾ പരിഗണിക്കുക. ചോദ്യം 11. ഉത്തരം എ ആണ്, 1ഉം 2ഉം മാത്രം. ചോദ്യം 12. കേരളത്തിലെ പശ്ചിമഘട്ടത്തിലെ താഴെ പറയുന്ന ചുരങ്ങൾ പരിഗണിക്കുക. ഉത്തരം ബി ആണ്, 1, 3, 2, 4. ചോദ്യം 13. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകളുടെ സ്വഭാവ സവിശേഷതകൾ സംബന്ധിച്ച് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ഉത്തരം എ ആണ്, ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കരയിലും സമുദ്രത്തിലും ഉത്ഭവിക്കുന്നു. ചോദ്യം 14. ഉയർന്ന താപനിലയും കനത്ത മഴയും ഒന്നിടവിട്ട നനവുള്ളതും വരണ്ടതുമായ കാലങ്ങളുള്ള ഈർപ്പമുള്ള പ്രദേശങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? ഉത്തരം ഡി ആണ്, ലാറ്ററൈറ്റ് മണ്ണ്. ചോദ്യം 15. താഴെ പറയുന്നവയിൽ ഏത് മേഖലയാണ് ബിഗ് ഗെയിം കൺട്രി എന്ന് അറിയപ്പെടുന്നത്? ഉത്തരം എ ആണ്, ആഫ്രിക്കൻ സവന്ന. ചോദ്യം 16. 2022-23 ബഡ്ജറ്റിൽ റോഡുകൾ, റെയിൽവേ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, ബഹുജന ഗതാഗതം, ജലപാതകൾ, ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ എന്നിങ്ങനെ 7 എഞ്ചിനുകളാൽ നയിക്കപ്പെടുന്ന സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനും വേണ്ടിയുള്ള പരിവർത്തന സമീപനം ഏതാണ്? ചോദ്യം 16. ഉത്തരം എ ആണ്, PM ഗതിശക്തി. ചോദ്യം 17. 11ാം പദ്ധതി കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കൈവരിച്ച വളർച്ച താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം സി ആണ്, ശരാശരി 7.9%. ചോദ്യം 18. താഴെ പറയുന്നവയിൽ ഏതാണ് RBIയെ സംബന്ധിച്ച് ശരിയായത്? ചോദ്യം 18. ഉത്തരം ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം, അതായത് 1, 2, 3. ചോദ്യം 19. നീതി ആയോഗിൻ്റെ കീഴിൽ രൂപീകരിച്ച ബഹുമുഖ ദാരിദ്ര്യ സൂചികയിലെ അന്തർ മന്ത്രാലയ ഏകോപന സമിതിയിൽ താഴെ പറയുന്നവയിൽ ഏതൊക്കെ മന്ത്രാലയങ്ങളും വകുപ്പുകളും കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നു? ചോദ്യം 19. ഉത്തരം ഡി ആണ്, വനിതാ ശിശുവികസന മന്ത്രാലയവും
ഭക്ഷ്യ പൊതുവിതരണ വകുപ്പും. ചോദ്യം 20. 2022 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം 3 അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധർക്ക് അവരുടെ ഏത് ഗവേഷണത്തിനാണ് ലഭിച്ചത്? ചോദ്യം 20. ഉത്തരം ബി ആണ്. ബാങ്കുകളെയും സാമ്പത്തിക പ്രതിസന്ധികളെയും കുറിച്ചുള്ള ഗവേഷണത്തിന്. ചോദ്യം 21. വെബറിൻ്റെ ഐഡിയൽ തരം ബ്യൂറോക്രസിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ചോദ്യം 21. ഉത്തരം സി ആണ്. 1, 3, 4 മാത്രമാണ് ശരി. ചോദ്യം 22. CEDAW ഡാഷുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചോദ്യം 22. ഉത്തരം ബി ആണ്. സ്ത്രീകളുമായി. ചോദ്യം 23. വിവരാവകാശ നിയമം RTI നിലവിൽ വന്ന വർഷം ഏത്? ചോദ്യം 23. ഉത്തരം ഡി ആണ്. 2005. ചോദ്യം 24. മനുഷ്യ അവകാശങ്ങളും മനുഷ്യത്വരഹിത തെറ്റുകളും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ചോദ്യം 24. ഉത്തരം സി ആണ്. VR കൃഷ്ണ അയ്യർ. ചോദ്യം 25. ഋഷി സുനക്കിന് മുൻപ് ആരായിരുന്നു UK പ്രധാനമന്ത്രി? ചോദ്യം 25. എ ആണ്. ലിസ് ട്രസ്. ചോദ്യം 26. 1946 ഭരണഘടനാ അസംബ്ലിയുടെ ആകെ അംഗസംഖ്യ എത്രയായിരുന്നു? ഉത്തരം എ ആണ്. 389. ചോദ്യം 27. മൗലിക അവകാശങ്ങളുടെയും നിർദ്ദേശ തത്വങ്ങളുടെയും കേസുകളുടെ ശരിയായ കാലക്രമം ഏതാണ്? ചോദ്യം 27. ഉത്തരം ഡി ആണ്. 3, 1, 2, 4. ചോദ്യം 28. കർഷകന് തന്നെ ഭൂമിയുടെ ഉടമസ്ഥാവകാശമുള്ളതും ഭൂമിയുടെ വരുമാനം സർക്കാരിലേക്ക് അടയ്ക്കുവാനുള്ള ഉത്തരവാദിത്വമുള്ളതുമായ സംവിധാനത്തിൻ്റെ പേര്? ഉത്തരം ഡി ആണ്. റയോത്തരി സമ്പ്രദായം. ചോദ്യം 29. പഞ്ചായത്ത് രാജിനെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അതിൽ ഏതാണ് തെറ്റെന്ന് അടയാളപ്പെടുത്തുക. ചോദ്യം 29. ഉത്തരം ബി ആണ്. പഞ്ചായത്ത് രാജ് ഭരണഘടനയുടെ 12ാം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതാണ് തെറ്റ്. ചോദ്യം 30. ബാഹ്യ ആക്രമണങ്ങളിൽ നിന്നും ആഭ്യന്തര അസ്വസ്ഥതകളിൽ നിന്നും എല്ലാ സംസ്ഥാനങ്ങളെയും സംരക്ഷിക്കുക എന്നത് യൂണിയൻ്റെ കടമയാണ്. എന്ന് ഇന്ത്യൻ ഭരണഘടനയിലെ താഴെ പറയുന്ന ആർട്ടിക്കിളുകൾ ഏതാണ്? ചോദ്യം 30. ഉത്തരം ഡി ആണ്. ആർട്ടിക്കിൾ 355. ചോദ്യം 31. പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതാണ്? പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ. ഉത്തരം എ ആണ്. തപ്പും ചെണ്ടയും. ചോദ്യം 32. കേരള ചോസർ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള ചോസർ എന്നറിയപ്പെടുന്നത് സി ആണ്. അതിൻ്റെ ഉത്തരം ചീരമകവിയാണ് കേരള ചോസർ എന്ന് അറിയപ്പെടുന്നത്. ചോദ്യം 33. 2022 വിൻ്റർ ഒളിമ്പിക്സിന് ആതിഥേയം വഹിച്ച രാജ്യം ഏത്? ഉത്തരം ഡി ആണ്. ചൈന. ചോദ്യം 34. ഏത് പ്രത്യേക കായിക ഇനത്തിനാണ് അമേരിക്കൻ കപ്പ് നൽകുന്നത്? ഉത്തരം ഡി ആണ്. യാച്ച് റേസിംഗ്. ചോദ്യം 35. ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗെയിം ഏതാണ്? ഉത്തരം ഡി ആണ്. കബഡി. ചോദ്യം 36. ചെട്ടികുളങ്ങര ഭരണി എന്ന ഏത് ജില്ലയിലെ ഒരു ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചോദ്യം 36. ഉത്തരം സി ആണ്. ആലപ്പുഴ. ചോദ്യം 37. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ആര്? ഉത്തരം ബി ആണ്. ഭാർഗവൻ പിള്ള. ചോദ്യം 38. PT ഉഷയ്ക്ക് നേരിയ വ്യത്യാസത്തിൽ വെങ്കല മെഡൽ നഷ്ടപ്പെട്ട ഒളിമ്പിക്സ്? ചോദ്യം 38. ഉത്തരം ബി ആണ്. ലോസ് ഏഞ്ചൽസ്. ചോദ്യം 39. ടാറ്റ IPL 2023 ഔദ്യോഗിക പങ്കാളിയായി താഴെ പറയുന്നവയിൽ ഏതാണ് ഹെർബലൈഫിനെ പ്രഖ്യാപിച്ചത്? ചോദ്യം 39. ഉത്തരം സി ആണ്. BCCI. ചോദ്യം 40. ജോയിൻറ്റ് കമാൻഡേഴ്സ് കോൺഫറൻസ് 2023 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് നഗരത്തിലാണ് പങ്കെടുക്കുന്നത്? ചോദ്യം 40. ഉത്തരം എ ആണ്. ഭോപ്പാൽ. ചോദ്യം 41. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് തെറ്റ്? ഉത്തരം എ ആണ്. 1 മാത്രമാണ് തെറ്റ്. ചോദ്യം 42. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? ഉത്തരം ബി ആണ്. 1ഉം 2ഉം ശരിയാണ്. ചോദ്യം 43. താഴെ പറയുന്നവയിൽ വെർച്വൽ മെമ്മറിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ചോദ്യം 43. ഉത്തരം ബി ആണ്.
സ്പൂളിംഗ്. ചോദ്യം 44. റാൻസം വെയറിനെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരം ഡി ആണ്. ഇവ ഒന്നുമല്ല. ചോദ്യം 45. ഉബുഡു 20.04 LTS ഡാഷ് എന്നാണ് അറിയപ്പെടുന്നത്. ചോദ്യം 45. ഉത്തരം എ ആണ്. ജാമി ജെല്ലിഫിഷ്. ചോദ്യം 46. ISRO വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളെ സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ചോദ്യം 46. ഉത്തരം സി ആണ്. 1ഉം 3ഉം മാത്രമാണ് ശരി. ചോദ്യം 47. DRDOയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? ചോദ്യം 47. ഉത്തരം സി ആണ്. 2 മാത്രമാണ് ശരി. ചോദ്യം 48. താഴെ പറയുന്നവയിൽ ഏത് രോഗമാണ് വൈഡാൽ ടെസ്റ്റ് ഉപയോഗിച്ച് നിർണ്ണയിക്കുവാൻ കഴിയുക? ചോദ്യം 48. ഉത്തരം സി ആണ്. ടൈഫോയിഡ്. ചോദ്യം 49. ഇന്ത്യയിലെ താഴെ പറയുന്ന പാരിസ്ഥിതിക പ്രസ്ഥാനങ്ങളിൽ ഏതാണ് മരങ്ങളെ ആലിംഗനം ചെയ്യുക എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ഡി ആണ്. ചിപ്കോ പ്രസ്ഥാനം. ചോദ്യം 50. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്സിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ഉത്തരം ഡി ആണ്. നാഗ്പൂർ. ചോദ്യം 51. ചോദ്യം 51. അതിൻ്റെ ഉത്തരം ബി ആണ്. 6 പോയിൻ്റ്. ഉത്തരം ബി ആണ്. 100. ചോദ്യം 52. 1/5 അധികം 1/4 അധികം 1/10 തുല്യമായ ദശാംശ സംഖ്യ ഏത്? ഉത്തരം സി ആണ്. 0.75. ചോദ്യം 53. 400ൻ്റെ 22 1/2% ഡാഷാണ്. ചോദ്യം 53. ഉത്തരം എ ആണ്. 90 ആണ്. ചോദ്യം 54. 54ൻ്റെ ഉത്തരം ഡി ആണ്. 5. ചോദ്യം 55. 5:7 സമം x:35 ആണെങ്കിൽ എക്സ് കണ്ടെത്തുക. ഉത്തരം സി ആണ്. 25. ചോദ്യം 56. 2 വർഷത്തേക്കുള്ള 10,000 രൂപയ്ക്ക് ഉള്ള ലളിതമായ പലിശ 2400 ആണെങ്കിൽ അതേ മൂലധനത്തിന് 2 വർഷത്തെ കൂട്ടുപലിശ എത്രയാണ്? ചോദ്യം 56. ഉത്തരം ബി ആണ്. 2544. ചോദ്യം 57. ചോദ്യം 57ൻ്റെ ഉത്തരം എ ആണ്. 3. ചോദ്യം 58. സമാന്തര ശ്രേണിയുടെ ആദ്യ പദവും അവസാന പദവും യഥാക്രമം 144ഉം 300ഉമാണ്. പൊതുവായ അനുപാതം 3 ആണ്. ഈ ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം കണ്ടെത്തുക. ചോദ്യം 58. ഉത്തരം എ ആണ്. 53. ചോദ്യം 59. ഒരു ഗ്രൂപ്പിലെ 10 വിദ്യാർത്ഥികളുടെ ശരാശരി മാർക്ക് 25 ആണ്. ഈ ഗ്രൂപ്പിൽ ഒരു വിദ്യാർത്ഥി കൂടി ചേർന്നാൽ ശരാശരി 24 ആയി മാറുന്നു. പുതിയ വിദ്യാർത്ഥിയുടെ മാർക്ക് എത്രയാണ്? ഉത്തരം ബി ആണ്. 14. ചോദ്യം 60. ഒരു മനുഷ്യൻ 600 മീറ്റർ ദൂരം തെരുവിലൂടെ 5 മിനിറ്റിനുള്ളിൽ നടക്കുന്നു. km/മണിക്കൂറിൽ അവൻ്റെ വേഗത എത്രയാണ്? ചോദ്യം 60. ഉത്തരം സി ആണ്. 7.2. ചോദ്യം 61. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. 6, 11, 18, 27. ഉത്തരം എ ആണ്. 38. ചോദ്യം 62. ചോദ്യം 62. അതിൻ്റെ ഉത്തരം ബി ആണ്. 21. ചോദ്യം 63. ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ഉത്തരം ഡി ആണ്. 27. ചോദ്യം 64. എർത്ത് ഈക്വൽസ് FBSUI അതുപോലെ ഫ്രൂട്ട്സ് ഡാഷാണ്. ചോദ്യം 64. അതിൻ്റെ ഉത്തരം സി ആണ്. അതിൻ്റെ ഉത്തരം. ചോദ്യം 65. എ ബിയുടെ സഹോദരിയാണ്. ബിയുടെ പിതാവിന് ആണ് സി. സിയുടെ അമ്മയാണ് ഡി എങ്കിൽ എങ്ങനെയാണ് എ ഡിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ചോദ്യം 65. ഉത്തരം ബി ആണ്. കൊച്ചുമകൾ. ചോദ്യം 66. ചോദ്യം 66ൻ്റെ ഉത്തരം സി ആണ്. 14 കിലോമീറ്റർ തെക്ക്. ചോദ്യം 67. 12:10 മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ ഏതാണ്? ചോദ്യം 67. ഉത്തരം ബി ആണ്. 55 ഡിഗ്രി. ചോദ്യം 68. 1994 നവംബർ 3 വ്യാഴാഴ്ചയാണ്. 1995 മാർച്ച് 20 ഏത് ദിവസം ആയിരുന്നു? ചോദ്യം 68. ഉത്തരം ഡി ആണ്. തിങ്കളാഴ്ച. ചോദ്യം 69. മെഷീൻ എന്ന ഈ വാക്കിൻ്റെ
മിറർ ഇമേജ് കണ്ടെത്തുക. ചോദ്യം 69, ഉത്തരം സി ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 70, കണ്ണാടിയിൽ നോക്കുമ്പോൾ ക്ലോക്ക് സമയം 12:15 കാണിക്കുന്നു. ശരിയായ സമയം ഡാഷ് ആണ്. ചോദ്യം 70, ഉത്തരം എ ആണ് 11:45. ചോദ്യം 71, ചോദ്യം 71, ചൂസ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോനിം ഫോർ ദി അണ്ടർലൈൻഡ് വേർഡ് ഐ ആം റെഡി ടു കൺസീഡ്. കൺസീഡിൻ്റെ സിനോനിം. ചോദ്യം 71, ഉത്തരം ബി ആണ് എഗ്രി. ചോദ്യം 72, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദി കറക്റ്റ് ഓപ്ഷൻ. ഹീ സോ ഡാഷ് SIO പോലീസ് സിറ്റിംഗ് അണ്ടർ ഡാഷ് യുക്കാലിപ്സ് ട്രീ. അവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് ഓപ്ഷൻ. അതിൻ്റെ ഉത്തരം 72 ആണ്. അതിൻ്റെ ഉത്തരം ഡി ആണ് ആന് എ. ചോദ്യം 73, ഐഡൻറ്റിഫൈ ദി കറക്റ്റ് സെൻറ്റൻസ്. ഐഡൻറ്റിഫൈ ദി കറക്റ്റ് സെൻറ്റൻസ്. ഉത്തരം എ ആണ് ഐ റീഡ് ദ ബുക്ക് യെസ്റ്റർഡേ. ചോദ്യം 74, ലെറ്റ് അസ് ഗോ ടു ദി ബീച്ച് ഡാഷ്. ചോദ്യം 74, ഉത്തരം സി ആണ് ഷാൽ വി. ചോദ്യം 75, ഐഡൻറ്റിഫൈ ദി കറക്റ്റ് പ്ലൂറൽ ഫോം ഓഫ് ദി കമാൻഡർ ഇൻ ചീഫ്. ചോദ്യം 75, ഉത്തരം എ ആണ് കമാൻഡർ ഇൻ ചീഫ്. ചോദ്യം 76, കംപ്ലീറ്റ് ദ സെൻറ്റൻസ് വിത്ത് ദി കറക്റ്റ് കണ്ടീഷണൽ ക്ലോസ്. ചോദ്യം 76, ഉത്തരം ബി ആണ് ഐ കുഡ് ഹാവ് ബീൻ ഇൻ ദി കുത്തബ് മീനാർ. ചോദ്യം 77, ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് വിത്ത് ദി കറക്റ്റ് ഓപ്ഷൻ. ഉത്തരം സി ആണ് ഈസ് ബീയിങ് ഇൻസ്റ്റാൾഡ്. ചോദ്യം 78, ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് വിത്ത് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ. ഉത്തരം എ ആണ് ഡെയർ. ചോദ്യം 79, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദി അപ്രോപ്രിയേറ്റ് പ്രിപ്പോസിഷൻ. 79, ഉത്തരം ഡി ആണ് അറ്റ്. ചോദ്യം 80, ചൂസ് ദി കറക്റ്റ് ഇൻഡയറക്റ്റ് ഫോം ഓഫ് ദി ഗിവൺ സെൻറ്റൻസ്. അതിൻ്റെ ഉത്തരം ഡി ആണ് ദ മദർ ടോൾഡ് അലൻ നോട്ട് ടു ഗോ നിയർ ദി ബീച്ച്. ചോദ്യം 81, ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് വിത്ത് ദി കറക്റ്റ് ഓപ്ഷൻ. സൺഫ്ലവർ ഈസ് ഡാഷ് ദാൻ ജാസ്മിൻ. ചോദ്യം 81, ഉത്തരം എ ആണ് മോർ ബ്യൂട്ടിഫുൾ. ചോദ്യം 82, ഐഡൻറ്റിഫൈ ദി സെഗ്മെൻറ്റ് ഓഫ് ദി സെൻറ്റൻസ് ദാറ്റ് കണ്ടെയ്ൻസ് എ ഗ്രമാറ്റിക്കൽ എറർ. ഇഫ് ദർ ഈസ് നോ എറർ മാർക്ക് നോ എറർ. ദോ ടോം സ്റ്റഡീഡ് ഹാർഡ്ലി ത്രൂ ഔട്ട് ദ നൈറ്റ് ഹീ കുഡ് നോട്ട് പാസ് ദി എക്സാം. നോ എറർ. ഇവിടെ ഇതിൻ്റെ 82, അതിൻ്റെ ഉത്തരം എ ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 83, ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് വിത്ത് ദി കറക്റ്റ് ഓപ്ഷൻ. ചോദ്യം 83, ഉത്തരം ബി ആണ് 2. ചോദ്യം 84, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ടു ഇംപ്രൂവ് ദി അണ്ടർലൈൻഡ് സെഗ്മെൻറ്റ് ഗ്രമാറ്റിക്കലി. ചോദ്യം 84, ഉത്തരം എ ആണ് ഹാവ് കംപ്ലീറ്റഡ്. ചോദ്യം 85, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദി ഗിവൺ ഇഡിയംസ് അറ്റ് 6 and 7. ചോദ്യം 85, ഉത്തരം ബി ആണ് കൺഫ്യൂസ്ഡ് ഓർ ഡിഫിക്കൽട്ട്. ചോദ്യം 86, സെലക്ട് ദി ഓൾട്ടർനേറ്റീവ് വിച്ച് ഈസ് ദ ബെസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദി ഗിവൺ ഫ്രേസ്. എ പേഴ്സൺ അപ്പോയിൻറ്റഡ് ടു സെറ്റിൽ എ ഡിസ്പ്യൂട്ട്. ചോദ്യം 86, ഉത്തരം ഡി ആണ് ആർബിട്രേറ്റർ. ചോദ്യം 87, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ദി OTT. ചോദ്യം 87, ഉത്തരം സി ആണ് ഓവർ ദി ടോപ്പ്. ചോദ്യം 88, ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ ടു ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. ലക്ഷ്മി ഈസ് ആൻ ഡാഷ് ഓഫ് അവർ കോളേജ്. ചോദ്യം 88, ഉത്തരം ബി ആണ് അലുംന. ചോദ്യം 89, കംപ്ലീറ്റ് ദ സെൻറ്റൻസ് വിത്ത് ദി കറക്റ്റ് ഓപ്ഷൻ. ഡാഷ് ദി ടീച്ചർ ദ സ്റ്റുഡൻറ്റ് സ്റ്റോപ്പ്ഡ് ടോക്കിംഗ്. ചോദ്യം 89, ഉത്തരം ഡി ആണ് സീയിങ്. ചോദ്യം 90, ചൂസ് ദി കറക്റ്റ് പ്ലൂറൽ ഫോം ഓഫ് ദി വേർഡ് സ്റ്റിമുലസ്. ചോദ്യം 90, ഉത്തരം സി ആണ് സ്റ്റിമുലി. ചോദ്യം 91, മണലധികം അരണ്യം
ഡാഷ് ചേർത്തെഴുതുക എന്നത് ചേർത്തെഴുതുക. ചോദ്യം 91. ഉത്തരം ബി ആണ്, മണലരണ്യം. ബി ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 92. കിഴക്കോട്ടേക്ക്, മേലോട്ടേക്ക് തുടങ്ങിയ ഉദാഹരണങ്ങളിൽ ആവർത്തന ശബ്ദം ഏത്? ചോദ്യം 92. ഉത്തരം സി ആണ്, എയ്ക്ക്. ചോദ്യം 93. വേദവാക്യം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഉത്തരം സി ആണ്, അലംഘനീയമായ അഭിപ്രായം. ചോദ്യം 94. താഴെ പറയുന്നവയിൽ ഓളത്തിൻ്റെ പര്യായമല്ലാത്തത് ഏത്? ഉത്തരം ഡി ആണ്, ഇവയൊന്നും അല്ല. ഉത്തരം ഡി ആണ്, ആളം. ചോദ്യം 94ൻ്റെ ഉത്തരം ഡി ആണ്. ചോദ്യം 95. ശരിയായ പദം തിരിച്ചറിയുക. ചോദ്യം 95. ഉത്തരം എ ആണ്, അസ്തമയം. ചോദ്യം 96. സ്വജീവിതത്തിൽ അച്ചടക്കം പാലിക്കാത്ത അധ്യാപകർ കുട്ടികളോട് അച്ചടക്കത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് ഡാഷാണ്. ചോദ്യം 96. ഉത്തരം ബി ആണ്, വൈരുദ്ധ്യമാണ്. ചോദ്യം 97. മരങ്ങൾ എന്നത് പിരിച്ചെഴുതുക. ചോദ്യം 97. ഉത്തരം എ ആണ്, മരം അധികം കൾ. ചോദ്യം 98. വട്ടം അധികം പലക എന്നത് പിരിച്ചെഴുതുമ്പോൾ ചോദ്യം 98. ഉത്തരം എ ആണ്, വട്ടപ്പലക. ചോദ്യം 99. കുഞ്ഞുങ്ങൾ എന്ന പദത്തിലെ വചനപ്രത്യയം. ഉത്തരം ബി ആണ്, കൾ. ചോദ്യം 100. ശരിയായ വാക്യം കണ്ടെത്തുക. ഉത്തരം എ ആണ്, വരനും വധുവും തമ്മിൽ മാലയിട്ടു. ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനി ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.